കേരളത്തിലെ ക്രിസ്ത്യൻ പിന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ക്ഷേമവശങ്ങളും പഠിക്കുന്നതിനായി രൂപീകരിച്ച JB കോശി കമ്മീഷന്റെ പൂർണ്ണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം റിപ്പോർട്ടിന് തത്വത്തിൽ അംഗീകാരം നൽകുകയും കമ്മിറ്റി മുന്നോട്ട് വെച്ച 35 ശുപാർശകൾ കൂടി അന്തിമ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. 2020 നവംബറിൽ സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് JB കോശി, മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസ്, മുൻ DGP ജേക്കബ് പൊന്നൂസ് എന്നിവരടങ്ങുന്ന 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും 2021 ഫെബ്രുവരിയിൽ അതിന്റെ പ്രവർത്തനത്തിനായി മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. 357 പേജുള്ള റിപ്പോർട്ടാണ് സമിതി സമർപ്പിച്ചത്. കമ്മീഷന് 4.45 ലക്ഷം അപേക്ഷകൾ ലഭിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക ക്ഷേമവശങ്ങൾ പരിഗണിക്കാൻ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. കുട്ടനാട്, മലയോര മേഖല, തീരദേശ മേഖല എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ പഠനവിധേയമാക്കിയ 284 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടിൽ ലാറ്റിൻ കത്തോലിക്കർ, മതം മാറിയ ക്രിസ്ത്യാനികൾ എന്നിവരുടെ പൊതുവായ ആശങ്കകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക അധ്യായങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. 2023 സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുയർന്നിരുന്നു. കമ്മീഷൻ നിർദ്ദേശിച്ച 200-ലധികം ശുപാർശകൾ സംസ്ഥാനത്ത് ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് 2026 ജനുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ജനസംഖ്യാടിസ്ഥാനത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്ന അവകാശങ്ങളും ക്ഷേമ പദ്ധതികളും എടുത്തുകളയാൻ ഒരു ശുപാർശയും ഈ കമ്മീഷൻ നൽകിയിട്ടില്ലെന്ന് കമ്മീഷൻ അതിന്റെ ഉപസംഹാരത്തിൽ വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്ന് കമ്മീഷൻ ഊന്നിപ്പറഞ്ഞു.